നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ശക്തമാകുമ്പോഴും ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോവുകയാണ്. പാശ്ചാത്യ ശക്തികൾ അവരുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ കർശനമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പാശ്ചാത്യ അച്ചുതണ്ടിന്റെ ഭീഷണിയെ തന്ത്രപരമായും സൈനികമായും നേരിടാൻ ഇറാൻ ഒരുങ്ങുന്നതായാണ് വാർത്താ ഏജൻസിയായ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ഇറാനും ഇസ്രയേലും തമ്മിൽ രണ്ടാം ഘട്ട തുറന്ന സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാനിയൻ നേതൃത്വം ആഭ്യന്തരമായും ബാഹ്യമായും പ്രതിരോധം ശക്തമാക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേലുമായി ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇറാനിയൻ അധികൃതർ രാജ്യത്തിനകത്ത് വിദേശ സ്വാധീനം ശുദ്ധീകരിക്കുന്നതിനുള്ള വിപുലമായ പ്രചാരണം ആരംഭിച്ചു. ശത്രുതാപരമായ വിദേശ ശക്തികളുമായും ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളുമായും ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടികൾ ആരംഭിച്ചത്. നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് റസ പല്ലവി നിയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന 122 പേരെ കസ്റ്റഡിയിലെടുത്തത് ഇതിലെ പ്രധാന സംഭവമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ശ്രമങ്ങളെ തകർക്കാൻ ഇറാൻ നടത്തുന്ന നിർണായക നീക്കങ്ങളാണ് ഇത്. ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടർച്ചയായി രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 3-ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡിഫൻസ് കൗൺസിൽ എന്ന പുതിയ തന്ത്രപരമായ സ്ഥാപനം രൂപീകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്, ജുഡീഷ്യറി മേധാവി, പാർലമെന്റ്, സ്പീക്കർ, സൈനിക കമാൻഡർ എന്നിവരടങ്ങുന്ന ഈ കൗൺസിൽ ദേശീയ പ്രതിരോധ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനും ദീർഘകാല പ്രതിരോധ തന്ത്രം രൂപപ്പെടുത്തുന്നതിനുമാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ മസൂദ് പെസഷ്കിയാൻ പ്രസിഡന്റായുള്ള സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി അലി ലാരി ജാനിയെ നിയമിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവാണ് ലാരി ജാനി. ഇവരുടെ നിയമനം ഏറെ ശ്രദ്ധേയമാണ്. നിയമനത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം റഷ്യ സന്ദർശിച്ചിരുന്നു. ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ സംഘർഷങ്ങൾ പ്രതീക്ഷിച്ച് ദീർഘകാല തന്ത്രപരമായ ആസൂത്രണത്തിലേക്ക് ഇറാൻ മാറുന്നതിനെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. വീണ്ടും സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഇറാൻ ഗൗരവമായി കാണുന്നു എന്നതിന് കൂടുതൽ സൂചനകൾ പ്രതിരോധ മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നിലവിലെ വെടിനിർത്തലിനെ ശത്രുതയിലെ താൽക്കാലിക വിരാമമായിട്ടാണ് കാണുന്നതെന്നാണ് പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവ് മുഹമ്മദ് മുഹമ്മദി പ്രഖ്യാപിക്കുന്നത്. 12 ദിവസത്തെ പോരാട്ടത്തിൽ ഇറാൻ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പ്രതിരോധ മന്ത്രി അസീസ് നാസിർസാദെ വ്യക്തമാക്കി. ഖാസിം ബാസിർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ, കൈകാര്യം ചെയ്യാവുന്ന വാർഹെഡ് സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംവിധാനങ്ങളുടെ ഉൽപ്പാദനം തടസ്സമില്ലാതെ തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ നസീർസാദെ ഈ മിസൈലുകളുടെ പരീക്ഷണം വൻ വിജയമായിരുന്നുവെന്നും പറഞ്ഞു. വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ പ്രതികരണം അപ്രതീക്ഷിതവും ശക്തവുമാകുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇറാൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നതിന്റെ സൂചനയാണ്. ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പോലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും രാജ്യം തയ്യാറായിരിക്കണമെന്നും പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഉപരോധങ്ങൾ കർശനമാക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഭാഷണ സാധ്യതയെക്കുറിച്ചുള്ള സംശയം ഇറാനിൽ ശക്തമാകുന്നു. 2015-ലെ ആണവ കരാർ അനുശാസിക്കുന്ന സ്നാപ്ബാക്ക് സംവിധാനം സജീവമാക്കിയതിനുള്ള നേരിട്ടുള്ള പ്രതികരണമായി ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പരിശോധന അധികാരം നൽകുന്ന അധിക പ്രോട്ടോക്കോളിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുന്ന ഒരു കരട് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇറാൻ പാർലമെന്റ് പുറത്തുവിട്ടു. കൂടാതെ ലോകശക്തികളുമായുള്ള ചരിത്രപരമായ ആണവ കരാറിന്റെ 10 വർഷത്തെ കാലാവധി അവസാനിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്കൻ നിലപാടുകൾക്ക് മറുപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്നാപ്ബാക്ക് നീക്കങ്ങൾക്കുള്ള ശക്തമായ താക്കീതുമാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇനി മുതൽ ആണവ പദ്ധതിക്ക് മേൽ ഒരു നിയന്ത്രണവും നിലനിൽക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിക്കുമ്പോഴും നയതന്ത്രത്തോടുള്ള പ്രതിബദ്ധത ശക്തമായി ആവർത്തിച്ചത് ശ്രദ്ധേയമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഷേധാത്മക നിലപാടുകൾ കാരണം വർഷങ്ങളായി നിർജീവമായിരുന്ന ഈ കരാറിന്റെ അന്ത്യം ആഗോള നയതന്ത്ര ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രയേലിന്റെയും ആരോപണം ഇറാൻ ദീർഘകാലമായി നിഷേധിക്കുകയാണ്.
ഈ വർഷം ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുണ്ട് എന്നതിന് അമേരിക്കൻ ഇന്റലിജൻസോ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതേസമയം ഇറാനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ അതിന്റെ പ്രധാന സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. ഇസ്രയേലുമായി റഷ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ടുവെന്ന എക്സ്പീഡിയൻസി കൗൺസിൽ അംഗം മുഹമ്മദ് സാദറിന്റെ വിവാദപരമായ പ്രസ്താവന ഇതിന് തെളിവാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്രയേൽ എത്രമാത്രം ഇറാനെ ഭയക്കുന്നു എന്നതുകൂടിയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കരസേനാ നടപടിയിലും വെസ്റ്റ് ബാങ്കിലെ വാസസ്ഥലങ്ങളുടെ തുടർച്ചയായ വ്യാപനത്തിലും യൂറോപ്പിൽ വിമർശനമുയരുന്നുണ്ടെങ്കിലും ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ പാശ്ചാത്യ ശക്തികൾ ഇസ്രയേലിന് ഏകീകൃത പിന്തുണ നൽകുമെന്നത് ശക്തമാണ്. പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ കണ്ണടച്ചുകൊണ്ട് തങ്ങളുടെ തന്ത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ ലോകവീക്ഷണത്തിന് ഭീഷണിയായ ഇറാനെതിരെ തിരിയാനാണ് അമേരിക്കയും യൂറോപ്പും തീരുമാനിക്കുന്നത്. ഈ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം ഇസ്രയേലിന് ധൈര്യം നൽകുന്നുണ്ട്. അവർ അമേരിക്കൻ എതിരാളികളെ സ്വാധീനിച്ച് ഇറാനോട് കടുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എത്രമാത്രം കടുത്ത നിലപാട് സ്വീകരിച്ചാലും ഇറാൻ കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നതിൽ സംശയമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ ആന്തരികവും ബാഹ്യവുമായ ചലനാത്മകതയെല്ലാം ഒരു വൻ സംഘർഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആഭ്യന്തരമായി സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതൃത്വം കൂടുതൽ കേന്ദ്രീകരണത്തിലേക്കും സമാഹരണത്തിലേക്കും നീങ്ങുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾ വർദ്ധിക്കുന്നുണ്ട്. പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഇറാൻ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന പാശ്ചാത്യ ചിന്തകളും ചൈനയുമായി വളരുന്ന പങ്കാളിത്തവും ഇറാനിയൻ പ്രശ്നത്തെ ആഗോള മത്സരത്തിന്റെ ഭാഗമാക്കുന്നു. തങ്ങളുടെ എതിരാളികൾ ദുർബലരാണെന്ന തെറ്റിദ്ധാരണയിൽ പ്രവർത്തിക്കുന്ന ഇസ്രയേലും അമേരിക്കയും ഒരു ചെറിയ സംഭവം പോലും വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭീഷണികളെ വകവയ്ക്കാതെ ഇറാൻ അതിന്റെ ദേശീയ താൽപര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധത്തിന്റെ പാതയിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. അതേസമയം ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനു വേണ്ടി ചാരപ്പണി നടത്തിയ ഒരാളെ കൂടി തൂക്കിലേറ്റിയിട്ടുണ്ട് ഇറാൻ. മൊസാദിന് നിർണായക വിവരങ്ങൾ കൈമാറിയതിന് തടവിലാക്കപ്പെട്ടയാളുടെ വധശിക്ഷ ഇറാൻ നഗരമായ ഖോമിൽ നടപ്പാക്കിയെന്ന് ഔദ്യോഗിക ജുഡീഷ്യറി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മാപ്പപേക്ഷ സുപ്രീംകോടതി നിരസിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച ശിക്ഷ നടപ്പാക്കിയത്. 2023 ഒക്ടോബറിലാണ് ഇയാൾ ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി ബന്ധപ്പെടാനും സഹകരിക്കാനും തുടങ്ങിയത്. 4 മാസങ്ങൾക്ക് ശേഷം 2024 ഫെബ്രുവരിയിൽ അറസ്റ്റിലായെന്നും മിസാൻ വാർത്താ ഏജൻസി പറഞ്ഞു. ഇസ്രയേലിനു വേണ്ടി രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തിയെന്ന കേസിൽ തടവിൽ കഴിഞ്ഞിരുന്ന 6 പേരുടെ വധശിക്ഷ ഈ മാസം ആദ്യമാണ് നടപ്പിലാക്കിയത്. ജൂണിലെ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെയാണ് നടപടി. ഈ വർഷം മാത്രം 1000-ലധികം വധശിക്ഷകളാണ് ഇറാൻ നടപ്പാക്കിയതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. 2009 സുന്നി പണ്ഡിതനെ കൊലപ്പെടുത്തിയതായി ആരോപിക്കപ്പെടുന്ന ഒരാളെയും ഇറാൻ വധിച്ചു. വധശിക്ഷയ്ക്ക് വിധേയരാക്കിയവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.